മകരരവി സംക്രമം കഴിഞ്ഞു. ചില നാളുകാർക്ക് കഷ്ടകാലം തുടങ്ങുകയാണ്. അവരെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അറിയാതെ പോകരുത്. വേണ്ട പ്രതിവിധിയും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. 2026 ജനുവരി മാസം 14-നായിരുന്നു മകരരവി സംക്രമം. ഇതിനുശേഷം ചില നാളുകാർക്ക് ദോഷഫലമാണ് പറയുന്നത്. ഈ നാളുകാർക്ക് പലതരത്തിലുള്ള വിഷമതകൾ മാനസികമായും ശാരീരികമായും ഉണ്ടാവാനിടയുണ്ട്. കുടുംബത്തിൽ ചെറിയ കലഹങ്ങൾ, ധനപരമായ വിഷമതകൾ, കഷ്ടപ്പാടുകൾ, ബന്ധുജന വിരോധം ഇവയ്ക്കും സാധ്യതയുണ്ട്. നക്ഷത്രങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. പൂയം, ഉത്രട്ടാതി, അത്തം, തിരുവോണം, രോഹിണി, ഭരണി, പൂരം, പൂരാടം എന്നീ നക്ഷത്രക്കാർക്കാണ് ദോഷഫലം പറയുന്നത്. ഈ നക്ഷത്രജാതർ മാസത്തിലെ എല്ലാ ദിവസവും പരമശിവനെ നീലകണ്ഠനായും മൃത്യുഞ്ജയനായും സങ്കല്പിച്ച് ഭജിക്കുന്നത് ഉത്തമമാണ്. ഉൾഭീതി അകലുന്നതിനും മനസ്സിൽ ശാന്തി നിറയുന്നതിനും ശിവഭജനമാണ് ഏറ്റവും ഉത്തമം. ശിവഭഗവാന്റെ ഒരു മന്ത്രം ഇവിടെ പറയുന്നുണ്ട്. ഇവർ ഇനി പറയുന്ന ഈ ശിവമന്ത്രം കഴിയുന്നത്ര തവണ നിത്യവും ജപിക്കുക. മന്ത്രം ഇതാണ്: മൃത്യുഞ്ജയായ രുദ്രായ നീലകണ്ഠായ ശംഭവേ അമൃതേശായ ശർവായ മഹാദേവായ തേ നമഃ. മൃത്യുഞ്ജയായ രുദ്രായ നീലകണ്ഠായ ശംഭവേ അമൃതേശായ ശർവായ മഹാദേവായ തേ നമഃ. നിത്യവും ജപിക്കുക. ശിവമന്ത്രമാണ്. മൃത്യുവിനെ ജയിച്ചവനും ദുഃഖങ്ങളെ നശിപ്പിക്കുന്നവനും നീലനിറത്തിലുള്ള കഴുത്തോടു കൂടിയവനും സുഖത്തെ പ്രദാനം ചെയ്യുന്നവനും അമൃതിൻ്റെ നാഥനും സർവചരാചരങ്ങളിൽ നിറഞ്ഞവനുമായ ആ മഹാദേവനെ ഞാൻ വന്ദിക്കുന്നു എന്നതാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം പറയുന്നത്. ഭയത്തെയും മരണത്തെയും അതിജീവിക്കാനും ആയുസ്സും ആരോഗ്യവും ലഭിക്കാൻ ഈ പ്രാർത്ഥന ഉത്തമമാണ്. ഏവർക്കും ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം നമഃ ശിവായ.